പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ കൃഷിക്കാർക്കും പൂച്ചെടികൾ വളർത്തുന്ന ഇലച്ചെടികൾ വളർത്തുന്ന കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. സ്യൂഡോമോണസ് പറഞ്ഞൊരു ബാക്ടീരിയ ഒരു പൗഡറാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ഒരു 2 ലിറ്ററിന് ഒരു 50 ഗ്രാം അല്ലെങ്കിൽ ഒരു 25 ഗ്രാം എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കുക ആദ്യം. ഇത് ഈ സ്യൂഡോമോണസ് നമ്മൾ ഈ പച്ചക്കറി അങ്ങനെ ഈ വളങ്ങൾ വിൽക്കണം അവിടെ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുക. അത് അവിടുന്ന് വാങ്ങിയിട്ട് നമ്മളിത് ആദ്യം ഒന്ന് കലക്കിയെടുക്കുക. സൗണ്ടിന് പ്രശ്നമുണ്ട് കേട്ടോ, ജലദോഷം പനിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പുതിയ ആൾക്കാരായിട്ട് എൻ്റെ വീഡിയോ കാണുക ആദ്യം തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, ഫുള്ളായിട്ടും കാണണം. കാരണം ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാം. അപ്പോൾ ആദ്യം പറഞ്ഞുള്ളത് ഈ സ്യൂഡോമോണസ് ഒരു ബാക്ടീരിയ ആണ്. നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കാനുള്ള ശക്തിയൊന്നും ഈ ബാക്ടീരിയക്കില്ല കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളൊരു മുൻകരുതൽ എടുക്കണം. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ മാത്രം ഇതിന് കലക്കാനും ഒക്കെ ശ്രമിക്കുക. പിന്നെ ഇത് നമ്മളിപ്പോൾ ഒരു ഇർക്കിളിയാണ് എടുത്തിട്ടുള്ളത്, ഇതായിട്ട് കലക്കുക. നമുക്കിത് പിന്നെ ഉപയോഗിക്കേണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോന്നും ഇതെടുക്കുന്നത് കേട്ടോ. ഇതൊരു പൊക്കൂണിൻ്റെ ഒരു പാത്രമാണ്, ഒരു പൊരിൻ്റെ പാത്രത്തിലാണ് ഇതിട്ടിട്ട് കലക്കുന്നത്. അപ്പോൾ ഇത് കലക്കിയിട്ട് ഇതിൻ്റെ തെളി നമ്മൾ ഈ ഒരു 2 ലിറ്റർക്കാണ് ഈ 25 ഗ്രാം ചേർക്കുന്നത് കേട്ടോ. ഇത് ചേർത്ത് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടീൻ്റെ വളർച്ച മുരടിപ്പ്, അതായത് ഈ ഫംഗസ് രോഗം, പെട്ടെന്ന് ദ്രുതവാട്ടം, അങ്ങനത്തെ ഇതിനൊക്കെ ഈ ഒരു ഇത് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. അങ്ങനത്തെ കുറച്ച് വെള്ളം ഏറി ഇതിൽ. അപ്പോൾ ഒന്നുകൂടി നമ്മളിതിൽ ഒഴിച്ചിട്ടൊന്ന് ഒന്നുകൂടി മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് തീരുന്നതിനനുസരിച്ച് വീണ്ടും ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ഇത്ര ഇപ്പോൾ എടുക്കണുള്ളൂ. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ കൈമലാവാതെ ശ്രദ്ധിക്കുക. ശരീരത്തിലത് പ്രവർത്തിക്കുന്ന ഒരു ദുർബലമായൊരു ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മൾ ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് വാടിപ്പോകുമല്ലോ, തക്കാളി ചെടി. അതുപോലെ തന്നെ ഈ വഴുതനങ്ങ ചെടി, അങ്ങനത്തെ നമ്മളെ ചിരങ്ങ, ചീര, അങ്ങനത്തെ ഇതിനൊക്കെ ഒരു കേട് വരും. ഇത് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ള ഈ ഇതുണ്ടല്ലോ തക്കാളി അതുപോലെ തന്നെ ഈ വഴുതനങ്ങൊക്കെ പെട്ടെന്ന് ഒരു വാട്ടം വരുമല്ലോ, അതിനൊക്കെ നല്ല ഒരു മരുന്നാണ് കേട്ടോ ഇതൊരു മരുന്നല്ല, ഇതൊരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ളൊരു ഇതാണ് കേട്ടോ, ഫംഗസാണ് കേട്ടോ, ബാക്ടീരിയ ആണത്. അപ്പോൾ അത് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. നല്ല ഈ ഇലമലൊക്കെ ഇതാണ് നമ്മളിത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുക, ഒഴിച്ചു കൊടുത്തതിൻ്റെ ഇലമലൊക്കെ നനയണ രൂപത്തിലാണ് നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഇലക്കെ ഇങ്ങനെ ഇവിടെ നമ്മൾ കഞ്ഞിക്കൂർക്ക, അങ്ങനെ റോസ്, എന്ത് ചെടിക്കും ഇത് പറ്റും കേട്ടോ. ഇതിൻ്റെ ഇലക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സ്പ്രേയർ ഉണ്ടല്ലോ, എപ്പോഴും നല്ല വൃത്തിയായിട്ട് നമ്മൾ കീടനാശിനിയൊക്കെ തെളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ ഇതിൽ പ്രവർത്തിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്പ്രേയർ ഉണ്ടല്ലോ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. വഴുതനങ്ങൊക്കെ ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഇലക്കുമ്മലൊക്കെ നമ്മൾ തട്ടണ രീതിയിലാണിത് അടിക്കേണ്ടത് കേട്ടോ. ഇത് നമുക്ക് കലക്കി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കലക്കി വേണമെങ്കിൽ ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് റോസിന് അടിക്കാം. അതേമാതിരി തന്നെ നമ്മളെ ഈ പുഴുക്കേടൊക്കെ വരുന്ന ഏത് ചെടിക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ വളർച്ചൻ്റെ ത്വരിതപ്പെടുത്തും കേട്ടോ. നമ്മളിപ്പോൾ ഒരു വാട്ടരോഗം വരുമല്ലോ, ഈ വാട്ടരോഗമൊക്കെ ഒഴിവാക്കാൻ ഇതിപ്പോൾ ഈ ഒരു മുളകിനുണ്ടല്ലോ, ഈ ഒരു തുരുമ്പിക്കൽ വരുന്നുണ്ടല്ലോ, ഇലക്കൊരു
മാറ്റം വരുന്നില്ലേ. ഇത് നല്ല നമ്മൾ ഇതിന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എല്ലാ വളങ്ങൾ വിൽക്കുന്നിടത്ത് എല്ലാ കടയിലും ഇത് കിട്ടും കേട്ടോ. വളങ്ങൾ വിൽക്കണ എല്ലാ ഷോപ്പുകളിലും ഇത് കിട്ടും. ഇത് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ മതി. ഏത് കടയിലും നമുക്കത് അവൈലബിളാണ്. വേണ്ടില്ല റോസൊക്കെ ഉണ്ട്, റോസ് പൂവിടുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് വെച്ചതാണത്. അപ്പോൾ നമ്മൾ ഈ സ്യൂഡോമോണസ് ലായനിൻ്റെ ഈ പൗഡറാണ് കേട്ടോ. ഇത് ലായനി ഒരു വെള്ള രൂപത്തിലും കിട്ടും, പിന്നെ ഇത് നമുക്ക് 2 വിധത്തിലാണ് കിട്ടുക കേട്ടോ. പൗഡറായിട്ടും കിട്ടും. 2 വരെ തന്നെയാണ് കേട്ടോ, അളവിന് മാറ്റം ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ ഇതാണ് കേട്ടോ, പിന്നെ എന്താണ് പറയുക, അമരിക്കയാണ് കേട്ടോ. അമരപ്പയറാണ് ഇത്. നല്ല വലിപ്പമുള്ളൊരു അമരിക്കയാണ് ഇതിമുണ്ടാവുക. നല്ല പിന്നെ മുകളിലോട്ട് പടന്ന് ഒരുപാട് സ്ഥലത്ത് ഇത് പടക്കാൻ നല്ല സ്ഥലമാണ് കേട്ടോ അതിന്. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ നടാൻ പാടുള്ളൂ. ഇത് ചീമച്ചരങ്ങയാണ്. ഇതിനൊക്കെ നമ്മൾ ഈ സ്യൂഡോമോണസ് തടിച്ചു കൊടുക്കും കേട്ടോ. തക്കാളിക്കാണിത് ഏറ്റവും ഫലപ്രദം കേട്ടോ. തക്കാളിക്ക് ഈ ഒരു തക്കാളിക്കുണ്ടല്ലോ, തക്കാളി നമ്മൾ ഏറ്റവും തക്കാളി, അതായത് ദുർബലമായ ചെടികളുണ്ടല്ലോ, തക്കാളി, ചിരങ്ങ, ചേന, അല്ല ചേനല്ല, ഈ വെള്ളരി, കുമ്പളം, അങ്ങനത്തെ ചെടികൾക്കൊക്കെ നമുക്ക് ഇത് തളിച്ചു കൊടുക്കാം കേട്ടോ. ഇത് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. നല്ല രീതിയിലത് വളർന്നുകൊണ്ട് നമ്മൾ ഏലത്തിനൊക്കെ ഇത് പറ്റിയൊരു മരുന്നാണ് കേട്ടോ ഇത്. ഈ ഏലത്തിൻ്റെ ഈ ചെടികളൊക്കെ ഇങ്ങനെ പൂവൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, അത് ഈ ഒരു ജന്തുക്കളിങ്ങനെ വന്ന് അതിൻ്റെ നീര് ഊറ്റി കൊടുക്കുക ആ തണ്ടുമ്മലുള്ള, അതിനൊക്കെ അത് ഫലപ്രദമാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബാക്ടീരിയനെ ഈ ചെടി വലിച്ചെടുക്കും കേട്ടോ. ബാക്ടീരിയനെ വലിച്ചെടുത്ത് അതതിൻ്റെ ഉള്ളിലെപ്പോഴും ചെടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ചെടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെയൊക്കെ കയ്പ്പൊക്കെ ഉണ്ട്. ഒരു കയ്പ്പൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് ഉണ്ടോ, എന്തോ ഒരു ജന്തു അത് കഴിച്ചിട്ടുണ്ട്. ഇതിന് എലി എന്തെങ്കിലും കടിച്ചതാകാൻ സാധ്യത ഉണ്ട്. അതിലത് നാശമായി. നമ്മൾ മരുന്നടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എലികൾ വന്ന് തിന്നണതിന് നമ്മളെന്ത് കീടനാശിനി അടിച്ചിട്ടും കാര്യമില്ല, അവരത് ഭക്ഷിച്ച് പോകും. ഈ ഇഞ്ചിക്കൊക്കെ അത് വളരെ ഫലപ്രദമാണ് കേട്ടോ. ഈ ഒരു ചുവപ്പ് കളറുണ്ടല്ലോ, ഈ ഒരു ഇതിലൊക്കെ കണ്ടില്ല, ഒരു വെള്ള ലൈൻ ഇങ്ങനെ, അതൊക്കെ ഒരു ബാക്ടീരിയയാണ് കേട്ടോ. അത് ഒരു കുമിൾനാശിനി, അത് നമ്മളിത് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാക്ടീരിയ ഒക്കെ ചെറുത്തിക്കാൻ ഈ ഒരു ബാക്ടീരിയക്ക് കഴിയും കേട്ടോ. അപ്പോൾ ചെടികൾക്ക് ദോഷമായി ബാധിക്കുന്ന എന്ത് രോഗവും ഈ ഒരു അടിച്ചിട്ടുണ്ടെങ്കിൽ മാറും കേട്ടോ. അത് നമ്മൾ ഒരു പാക്കറ്റിന് 45 റുപ്യ വരണം കേട്ടോ. നമുക്കത് ഒരുപാട് കാലം ഉപയോഗിക്കാം. 6 മാസമാണ് അതിൻ്റെ റേറ്റ്. ആ 6 മാസത്തിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് തീർത്താൽ മതി കേട്ടോ. കറിവേപ്പിനും എല്ലാ ചെടിക്കും നമുക്കിത് തളിച്ചു കൊടുക്കാം കേട്ടോ. എന്ത് ഇല കേട് വരുന്ന ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് തളിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു കേടും ഈ പുഴുക്കൾ വരിക അങ്ങനത്തെ ഒരു കേടുണ്ട്. ഇതൊരു കീടനാശിനിയല്ല കേട്ടോ, ഇതൊരു ബാക്ടീരിയയാണ്. അത് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ അതിന് ഉള്ള ഒരു ശക്തി ആ ബാക്ടീരിയക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു കർഷകരുടെ ഒരു മിത്ര ബാക്ടീരിയ കുമിൾനാശിനി എന്നാണ് ഇതിന് പറയട്ടോ. ഒരു കർഷക മിത്ര ഇതാണ് ഈ സ്യൂഡോമോണസ്. നമ്മൾ ഈ മുളക് അതായത് നമ്മളെല്ലാ ചെടികൾക്കും ഇത് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കയ്പ്പൊക്കെ ഉണ്ട്. കയ്പ്പൊക്കെ എന്ത് ചെടി ഉണ്ടെങ്കിലും നമുക്കിതിന് അത് തെളിച്ചു കൊടുക്കാം കേട്ടോ. അത് ഇന്ന ചെടിയിൽ മാത്രം പ്രവർത്തിക്കാമെന്നൊന്നും ഇല്ല, ഏതിലും ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കും കേട്ടോ. ഇത് പുതിന കേട്ടോ. പുതിനയ്ക്ക് ഇന്നലെ മണ്ണിട്ടാണ് കുറേ കട്ട് ചെയ്തിട്ട്
നമ്മൾ ആവശ്യത്തിനുള്ള കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ കുറച്ച് വളം ചെയ്ത് കൊടുത്തു പുതിനക്ക്. കയ്പ്പങ്ങ കേട്ടോ, ഇത് നിറയെ കായ്കളുണ്ടാകുന്നുണ്ട് ഇവിടെ. കയ്പ്പങ്ങ എല്ലാം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ ബാക്ടീരിയ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വേറെ ഏതെങ്കിലുമൊക്കെ പിന്നെ പ്രാണികളൊന്നും മുട്ടയിട്ട് അത് അതിൽ വിരിയില്ല കേട്ടോ. അപ്പോൾ ഈ ബാക്ടീരിയ അതിനെ തിന്ന് നശിപ്പിക്കും. അതിൻ്റെ ലാർവകളൊക്കെ തിന്ന് നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പിന്നെ സ്യൂഡോമോണസ്. നിങ്ങൾ എല്ലാവരും ഈ സ്യൂഡോമോണസ് നമ്മൾ ഒരു കർഷകമിത്രമാണെന്ന് പറഞ്ഞില്ലേ, എല്ലാവരും ഇത് കൃഷിയിൽ നല്ല പിന്നെ ഇതാക്കുന്നുണ്ട്. ഈ കയ്പക്കൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഈ ഇലമ്പൽ തട്ടിയാൽ തന്നെ മതി. ഇതിൻ്റെ ഈ ചെടി ഈ ബാക്ടീരിയ വലിച്ചെടുത്തോളൂ കേട്ടോ. ചെടീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഈ ബാക്ടീരിയക്ക് ശക്തിയുണ്ട്. ഇവിടെ ജർജീറുണ്ട്. ഇതിനൊക്കെ ഇത് നല്ല ഫലപ്രദമാണ് കേട്ടോ. അതേമാതിരി തന്നെ തക്കാളിക്കാണ് ഇത് ഏറ്റവും വലിയ ഒരു ഉപകാരം കേട്ടോ. തക്കാളി പെട്ടെന്ന് ദ്രുതവാട്ടം എന്നുള്ള ഒരു വാട്ടം ഉണ്ടല്ലോ, ഒരു ഫംഗസ് ബാധിക്കണതാണത്. അതിനൊക്കെ ഈ പിന്നെ സ്യൂഡോമോണസ് ഫലപ്രദമാണ്. ഇത് ശരിക്കും നമ്മൾ തക്കാളിക്കാണ് ഇതിൻ്റെ ഏറ്റവും ഗുണം കണ്ടിട്ടുള്ളത് കേട്ടോ. ഈ തക്കാളി പെട്ടെന്നാണ് വാടിപ്പോകില്ല. അതിനൊക്കെ പ്രതിരോധിക്കാൻ ഈ സ്യൂഡോമോണസിന് സാധിക്കും. സ്യൂഡോമോണസ് നമ്മൾ ഒരു 40-50 രൂപ എടുത്തിട്ട് നമ്മളിത് പിന്നെ നമുക്കൊരു നഷ്ടമായി വരില്ല കേട്ടോ. അത് നമ്മൾ ഈ കൃഷിനെ എന്ത് വളം ഇട്ട് കൊടുത്താലും വലിച്ചെടുക്കാൻ അതിൻ്റെ വേരുകൾക്കൊരു ശക്തി കൊടുക്കണ ഒരു ഇതാണ് കേട്ടോ ഈ സ്യൂഡോമോണസ് പറഞ്ഞ ഈ ബാക്ടീരിയ. നമുക്ക് ഏത് ചെടിക്കും വേണമെങ്കിലും അത് തെളിച്ച് കൊടുക്കാം. നമുക്കിങ്ങനെ വളർച്ച മുരടിച്ച് വരുന്ന ചെടികൾക്കൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് വേറെ അഴുകി പോകണ അതിനും വേണമെങ്കിൽ ഇത് വെച്ച് കൊടുക്കട്ടെ. ഇത് പെട്ടെന്ന് എപ്പോഴും അഴുകി പോണൊരു ചെടിയാണത്, ഇത് രണ്ടും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം. ഇതിനും ഒരു വേരിനൊരു പ്രശ്നമുണ്ട് ഉള്ളത്. ഇതിനൊക്കെ നമുക്കിത് വേണമെങ്കിൽ അടിച്ചു കൊടുക്കട്ടോ. ഒരു 25 ഗ്രാം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 2 ലിറ്റർ വെള്ളം ആണ് പിന്നെ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ റോസിനൊക്കെ അടിച്ചെടുക്കണം. റോസിന്മേൽ നിറയെ പൂക്കളുണ്ട് കേട്ടോ. റോസിന് നല്ല ഫലപ്രദമായ ഒരിതാണ്. പിന്നെ കുറ്റിക്കുരുമുളകുണ്ട്. ഇതൊക്കെ നമ്മളിതിനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ തുരുമ്പിക്കലുള്ള കേട് ഒക്കെ മാറിക്കിട്ടും കേട്ടോ. ഇത് നമ്മളെ അടീനിയം ചീഞ്ഞ് പോയതാണ്. പിന്നെ നമ്മൾ ഈ മരുന്ന് തെളിച്ച് കൊടുത്തിട്ട് പിന്നെ ചീച്ചിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫലപ്രദമായി കാണുന്നത് ഈ വഴുതനങ്ങ, അതേമാതിരി റോസ്, പിന്നെ ഈ ചെടി ഉണ്ടല്ലോ വേറെ ചീഞ്ഞ് പോണ, പിന്നെ വഴുതനങ്ങക്ക് ഈ ഒരു കേട് വരുന്നുണ്ടല്ലോ, ഇതിന് ഫലപ്രദമാണ് കേട്ടോ. ഇതൊരു പുഴു കുത്തനാന്തിൻ്റെ ഈ തണ്ടിന് വന്നിട്ട് അത് രാത്രിയാണിത് അവർ വന്നത് പിന്നെ പുഴുക്കൾ കുത്തുന്നത്. പിന്നെ ഇവിടെ ചീരക്ക് ഒക്കെ ഇത് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് നമ്മൾ ഈ ചീരക്കൊക്കെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ വേരിന് ശക്തി കിട്ടും കേട്ടോ. അപ്പോൾ താഴ്ന്നിറങ്ങി ഇതിൻ്റെ പിന്നെ പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കാനും ഈ ചീരക്ക് പിന്നെ സാധിക്കും കേട്ടോ. നമ്മളങ്ങനെ എന്ത് ചെടി പിന്നെ പൂവിടുന്ന ചെടിക്കും എല്ലാം നമുക്ക് പിന്നെ തളിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചീരക്ക് മാത്രമല്ല മുളകിനൊക്കെ അത് നല്ല ഫലപ്രദമായിട്ടുള്ളൊരു പിന്നെ ഭൂമിനാശിനിയാണ്. ഇതിന്മേലെ ഒരു ഇതുണ്ടല്ലോ, ഇത് കണ്ടില്ല, ഒരു പത ഉണ്ടാക്കുന്ന ഒരു ഇതൊന്നും ഇനി കാണൂല കേട്ടോ. അത് പെട്ടെന്ന് അത് നശിച്ചു പോകും. അത് ഈ ബാക്ടീരിയ അതിൽ പിന്നെ അതിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് അതിനെ കൊന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാക്ടീരിയൻ്റെ ഒരു ധർമ്മം അതാണ് കേട്ടോ. അതിൻ്റെ പണി അതാണ്. ഇതൊക്കെ എല്ലാം നശിച്ചു പോകും. വേണ്ടാത്ത കീടങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണസ്. നിങ്ങൾ ഏത് കടയിൽ പോയാലും സ്യൂഡോമോണസ് പല കമ്പനി ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ള കമ്പനി വാങ്ങാം. അവരോട് ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞു തരും.
ഏത് പിന്നെ കമ്പനിയാണ് നല്ലതെന്ന് അവർക്ക് തന്നെ പറഞ്ഞു തരും. അവർ തന്നെ അത് നമ്മൾ ചൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയൊക്കെ ഈ ചെടിയിൽ ഇതിലൊക്കെ ബാക്ടീരിയ ഈ പുഴുക്കേടുണ്ട് കേട്ടോ. പുഴുക്കേടുള്ള എന്തിനും നമുക്കിത് അടിച്ചു കൊടുക്കാം. മൃതവാട്ടുള്ളതിനും അല്ലാത്തതിനൊക്കെ നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടില്ല. ഇന്നലെ ഉണ്ടായ ഇതൊരു പൂവാണ് കേട്ടോ. ശംഖുപുഷ്പത്തിൻ്റെ കളറാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഇത് നമുക്ക് പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ കമ്പ് നട്ട് വളർത്തിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിൻ്റെ കമ്പ് നട്ടാൽ പെട്ടെന്ന് വരും. ഇത് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. നിറയെ പൂക്കൾ ഇതിമുണ്ടാകും. പിന്നെ അത് പെട്ടെന്ന് പിന്നെ ഉണ്ടാവുക ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് ഒരു പൂവിടുന്ന ഒരു ചെടിയാക്കി എടുക്കാം. ഇത്ര പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ പേരറിയില്ല. ഇന്ന് ഈ വാട്ടർ ലില്ലിയിൽ പിന്നെ ഒരു 2 പൂവേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിപ്പോൾ അത് കാണിക്കുന്നതാണ്. ഇന്നിപ്പോൾ മരുന്നടിക്കുന്നതുകൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ ഞാനത് കാണിക്കൂലെന്ന് കേട്ടോ. നമുക്ക് ഇത് അതേമാതിരി തന്നെ നമ്മളെ പിന്നെ ഇതുണ്ടല്ലോ ഈ ആന്തൂറിയത്തിന് ഈ വേര് ചെയ്യലും പിന്നെ വളർച്ച കുറവിനൊക്കെ അത് അടിക്കട്ടോ. ഞാനത് അടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു എൻ്റെ ആന്തൂറിയം പല വീഡിയോയിലും പറഞ്ഞതാണ് ഈ ആന്തൂറിയം ശരിയാവണില്ല എന്ന്. പിന്നെ ഒരാൾ എനിക്ക് നിർദ്ദേശിച്ച് തന്നതാണ് കേട്ടോ ഈ പിന്നെ ഈ സ്യൂഡോമോണസ് അടിച്ചാൽ മതി. അത് തളിച്ചിട്ടും പിന്നെ വേരിൻ്റെ ചുവട്ടിൽ കലക്കി ഒഴിക്കുകയും ചെയ്തു. പിന്നെ അത് ഇലയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ ഇതിന്ന് ഇപ്പോൾ ഇങ്ങനെ ഉഷാറായി വരുന്നത്. ഇത് മിനിയേച്ചറാണ് കേട്ടോ ആന്തൂറിയം. ഇതിനും പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തതുകൊണ്ട് ഇങ്ങനെ അതിൽ കൂടുതൽ കേട്ടോ 15 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ ആയിട്ടാണ് നമ്മളിത് അടിച്ചു കൊടുക്കേണ്ടത്. എന്ത് കേടുണ്ടെങ്കിലും ഇത് പിന്നെ അതിൽ ആ കേടുണ്ടാവില്ല കേട്ടോ. കീടനാശിനിയൊക്കെ ഒരുപാട് നമുക്ക് കുറക്കാനും സാധിക്കും ഈ സ്യൂഡോമോണസ് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഈ പെട്ടെന്ന് ഈ അയകൽ രോഗമുള്ള ഈ ചെടിക്കൊക്കെ നമുക്ക് ഇത് പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ല, ഈ ചെടിക്ക് പിന്നെ എന്നും പ്രശ്നങ്ങളാണ്. എപ്പോഴും ഇതിൻ്റെ ഇത് വേര് ചെയ്യാതെ കണ്ടില്ലേ ഇങ്ങനെ ഉണങ്ങി പോവുക. അപ്പോൾ ഇത് ഇനി ഈ കേട് ഇതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യണ പിന്നെ പെട്ടെന്ന് ചീഞ്ഞ് പോണ ചെടികളൊക്കെ നമുക്ക് പിന്നെ ഈ ഇത് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ ഇതിൽ ആക്കി കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കും. ഇത് മുളകാണ് കേട്ടോ. ഇത് ഈ എന്ത് തൈ ഉണ്ടെങ്കിലും നമ്മൾ ഒരു 30 ദിവസത്തിൽ കൂടുതൽ പിന്നെ പ്രായം വേണം തൈന്. എന്നെങ്കിലും നമ്മളത് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കരുത്. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബാക്ടീരിയ പ്രവർത്തിക്കാനുള്ളൊരു ശക്തി അതിനുണ്ടാവില്ല. ഇതിവിടെ കണ്ട ഇതൊക്കെ പിന്നെ ഇതാണ് കയ്പക്ക. അതിമേലെ നിറയെ നമ്മൾ ഈ കിണറ്റിൽ അവിടുന്ന് പടർന്ന് വന്നതാണ് കേട്ടോ. നിറയെ ഈ കിണറ്റിൽ പിന്നെ ഇതിലൊക്കെ നിറയെ കയ്പക്കയാണ്. നമ്മളിത് ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയ വളമാണ് അധികം ഇതിന് നമ്മൾ ചൂസ് ചെയ്യണത്. പിന്നെ ഇത് നമ്മൾ പിന്നെ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ല ചാരോ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങളൊന്നും ഇതാണ് ഇത് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ഇംഗ്ലീഷ് വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ബാക്ടീരിയ ഇതിൽ പ്രവർത്തിക്കില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് നമ്മൾ ഒരിക്കലും പിന്നെ ഇത് പിന്നെ വേറെ പിന്നെ യൂറിയ, പൊട്ടാസ്യം, പാറ്റംബോസ് അങ്ങനത്തെ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് നമ്മളിത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകളൊക്കെ നശിച്ചു പോകും കേട്ടോ. ബാക്ടീരിയകൾക്ക് വളരാനും പ്രവർത്തിക്കാനുള്ളൊരു ശക്തി ഇല്ലാതെ പോകും. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇംഗ്ലീഷ് വളം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പിന്നെ ഈ സ്യൂഡോമോണസിലാണ് നമ്മൾ തെളിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുന്നേ നമ്മൾ തെളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പിന്നെ ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ ആ പൈസ പോയി എന്നല്ലാതെ ഒരു ഗുണം നമുക്ക് കിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ഓർക്കിഡിനൊക്കെ ഇത് വളരെ ഫലപ്രദമാണ് കേട്ടോ. അത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ വേര് ചെയ്യൽ ഓർക്കിഡിന് നല്ലൊരു പിന്നെ
ഒരു സൊല്യൂഷനാണ്. ഈ വേര് ചെയ്യലിനൊക്കെ ഇത് നമുക്ക് അടിച്ചു കൊടുക്കാതാണ് കേട്ടോ. ഓർക്കിഡിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ വേരിന് ഉള്ള പ്രശ്നമാണ് ഓർക്കിഡിൽ വരുന്നത്. പിന്നെ ഈ ഫംഗസ് ബാധ ഉണ്ടാവും, അതിനൊക്കെ ഫലപ്രദമാണ് കേട്ടോ ഈ പിന്നെ സ്യൂഡോമോണസ് ലായനി തളിച്ചു കൊടുക്കുന്നത്. കണ്ടില്ല, ഇതിൻ്റെ ഈ വാട്ടരോഗം പെട്ടെന്നുള്ള ഒരുവിധ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഈ പിന്നെ ഓർക്കിഡിന് ഈ ഇതടിച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും പിന്നെ യൂസ്ഫുള്ളാവുമെന്ന് കരുതണം. അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ നമ്മൾ ഈ ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അതായത് ഇതിൻ്റെ ഈ ഇലക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിനൊരു വാട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മളിതിൻ്റെ ഈ അടിഭാഗത്തെ ഇതൊരു ചേമ്പ് എൻ്റെ മാതിരിയുള്ളൊരു അതിൻ്റെ ഈ അടിഭാഗത്ത് നമ്മൾ ഈ ഫംഗസ് ഇതൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ ആ ബാക്ടീരിയ പ്രവർത്തിച്ച് അതിൻ്റെ കേടുകളൊക്കെ പോകും കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇതിന് എന്ത് ചെടിക്കും ഇത് ഫലപ്രദമാണ് കേട്ടോ. നമ്മൾ ഏത് ചെടി, ഇപ്പോൾ പച്ചക്കറി, പിന്നെ ഈ ഏലം, കുരുമുളക്, എന്ത് ചെടിക്കും നമ്മളിത് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫലപ്രദമാണ്. അപ്പോൾ ഞാനിനി കൂടുതലായിട്ടൊന്നും പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.